സിജു കണ്ണൻ, കാസർഗോഡ് എങ്ങനെയാണ് അവസ്ഥ? അവിടെ മഴ കൂടുതലുണ്ടോ? അതോടൊപ്പം തന്നെ മറ്റ് കാറ്റിൻ എങ്ങനെയാണ്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിനു, കാസർഗോഡ് ഇടവിട്ട മഴയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ മഴ കാസർഗോഡ് നിലവിലില്ല. യെല്ലോ അലേർട്ടാണ് കാസർഗോഡ് നിലവിലുള്ളത്. എങ്കിലും മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ തീരപ്രദേശത്തുമെല്ലാം താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് കാസർഗോഡ് നിന്ന് രാവിലെ എടുത്തു പറയാനുള്ളത്, കാസർഗോഡ് മഴയിലും ശക്തമായ കാറ്റിലും പുലിമുട്ടിലിടിച്ച് ബോട്ട് തകർന്നു എന്നുള്ളൊരു വാർത്തയാണ്. നീലേശ്വരം തൈക്കടപ്പുറത്ത് പുഴയിൽ നങ്കൂരമിട്ട കാർത്തിക എന്ന ബോട്ടാണ് തകർന്നത്. മത്സ്യബന്ധന ബോട്ട് പൂർണ്ണമായും തകർന്നു. ചെറുപത്തൂർ മടക്കര സ്വദേശി ശ്രീനാഥിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ടാണ് തകർന്നത്. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ, കാറ്റിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി നിർദ്ദേശം പാലിക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ള ചില മേഖലകൾ കാസർഗോഡുണ്ട്. അത്തരം മേഖലകളിൽ നിന്ന് താമസിക്കുന്നവർ, തീരപ്രദേശത്ത് താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് സുരക്ഷിതമായ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ടുകളും തോണികളുമെല്ലാം സുരക്ഷിതമായ അകലത്തിൽ തീരത്ത് നിർത്തി നങ്കൂരമിടാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പരസ്പരം കൂട്ടിയിടിച്ചുള്ള അപകടം ഒഴിവാക്കുന്നതിന്, ബോട്ടുകളും തോണികളും തകരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ കാർത്തിക എന്ന ബോട്ട് തകർന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബീച്ചിലേക്കുള്ള യാത്രകളും അതോടൊപ്പം തന്നെ കടലിറങ്ങിയുള്ള വിനോദങ്ങൾക്കുമെല്ലാം പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും മലയോര മേഖലകളിൽ ഉൾപ്പെടെ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വലിയ മഴ കാസർഗോഡ് നിലവിലില്ല. മറ്റ് വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബിനു, സിജു, ഈ ബോട്ട് തകർന്നതുമായി ബന്ധപ്പെട്ട് പരിക്കോ അങ്ങനെ എന്തെങ്കിലും മറ്റ് അത്തരത്തിലുള്ള വാർത്തകൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിനു, പരിക്കോ അങ്ങനെ ആളപായമോ ഒന്നുമില്ല. നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഈ ശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ തിരമാലകളും ഉള്ളതിനാൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുലിമുട്ടിനോടടുത്ത് നിർത്തിയിട്ടിരുന്ന ബോട്ടാണ്. നീലേശ്വരം തൈക്കടപ്പുറത്ത് പുഴയോട് ചേർന്നാണ് ഈ കാർത്തിക എന്ന ബോട്ട് നങ്കൂരമിട്ടിരുന്നത്. ബോട്ടിൽ ഈ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് രാത്രി നല്ല ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്, ഇടിമിന്നലും മഴയും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ പുലിമുട്ടിൽ ഇടിച്ച് ബോട്ട് തകർന്നത്. നങ്കൂരമിട്ടിരുന്ന ബോട്ടാണ് തകർന്നത്. മറ്റ് ആളപായമൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, ഇപ്പോൾ സിജു കണ്ണനാണ് കാസർഗോഡ് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.